നമ്മൾ കഴിക്കാൻ നിർത്തിയത് വണ്ടിൽ നമ്മൾ ശരിക്കും പെട്ടുപോയി. എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സർ, സൂപ്പർ സർ, സൂപ്പർ സർ. പേരയ്ക്ക പറിക്കാൻ പോണ ഇല്ല, പേരയ്ക്കില്ല. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അണ്ടർ ബ്ലോഗ് ഓഫ് സിംപ്ലി ദേവ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് വെച്ചാൽ എല്ലാവരോടും ഒരു വൺ ഡേ ട്രിപ്പ് ഇങ്ങോട്ട് വാഗമണ്ണിലേക്കാണ്. സോ നിങ്ങളുടെ വിശേഷങ്ങൾ പോകുമ്പോൾ നമുക്ക് കാണാം. മേടിച്ചോ മറ്റേ സാധനം മേടിക്കാം. അല്ല, ഇങ്ങനെ ഞാൻ വലിക്കുമ്പോ അല്ല, അപ്പൊ ഈ സാധനം അങ്ങനെ അല്ലത്. അയ്യേ, വേണം. ഗൈസ്, നമ്മൾ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാം. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒരു ടിക്കറ്റിന് 30 രൂപയാണ്. അപ്പോൾ ഞങ്ങളുടെ ഭയങ്കര തിരക്കാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല. നമ്മൾ പൈൻകാട്ട് എത്തിയിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്തു. നമുക്ക് ഇതുവരെ കയറി പോവാം. നമുക്ക് നല്ല ഇവിടെ 500 രൂപ എങ്ങാണ്ട് ഒന്ന് ഫോട്ടോ എടുക്കുന്നത്. എനിക്ക് ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അല്ല, വേദു നല്ല അടിപൊളി ഡ്രസ്സൊക്കെ വന്നുകൊണ്ട് വേദുവിന് എടുക്കണമെന്നൊക്കെ ഉണ്ട്. ജോലി നമുക്ക് കയറിയാലോ, ഇതുവരെ കയറിയാലോ ഗൈസ്. അപ്പം ഈ സ്ഥലത്ത് മെയിനായിട്ടെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ, അതല്ലാതെ വേറെ ഒന്നും ഇതില്ല. കാണാൻ നല്ല രസമൊക്കെയാണ്. ഇത്ര ഉള്ള പരിപാടി. ഈ ഒരു അത് നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേറെ സ്ഥലത്ത് പോവാണ്. ഓരോ ദിവസവും ഇവിടെ 10,000-കണക്കിന് ആൾക്കാരാണ് ഇത് കാണാനും വരുന്നത്. അപ്പം അതിലൊരാൾ ഞങ്ങളായിരുന്നു ഇന്നത്തെ ദിവസം. നിങ്ങളെ കാണിച്ചു. കുറേ ആൾക്കാരുണ്ട്. ഈ കാണുന്ന മരങ്ങൾക്കും ഒരു കഥ പറയാനുണ്ട്. എന്താ കഥയെന്നറിയാമോ? ഈ കാണുന്ന മരങ്ങളെല്ലാം 100 കണക്കിന് പഴക്കമുള്ളതാണ്. അതുമാത്രമല്ല, ഇതെല്ലാം വെച്ചത് സായിപ്പന്മാരാണ്. അതെല്ലാം വളർന്ന് വലുതായിരുന്നു. സൂക്ഷിച്ചൊക്കെ കയറാൻ പറ്റുന്നവർക്കൊക്കെ കയറി ഒന്ന് എടുക്കാം. നമുക്ക് അത്രയ്ക്ക് കയറാനൊന്നും വയ്യ. ഇവിടേക്ക് ഞങ്ങൾ കോട്ടയം ഗൈസ്. അപ്പോൾ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഗ്ലാസ് ബ്രിഡ്ജ് ടിക്കറ്റ് ക്ലോസ് ആയിരുന്നു. കാരണം നമ്മൾ പോയ ദിവസം ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ടിക്കറ്റ് കിട്ടിയില്ല. 2 മണി ആയതിനും എല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ള അഡ്വഞ്ചറിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് പോയത് ഏറ്റവും അവസാനത്തെ അഡ്വഞ്ചർ പാരാഗ്ലൈഡിങ്. പക്ഷെ ഞങ്ങൾ ആദ്യം പോയത് പാരാഗ്ലൈഡിലേക്കാണ്. പേടിയാണ്. പക്ഷെ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കയറുന്നതായിരിക്കും. ആ സ്പോട്ട് ഉണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്. വാഗമണ്ണിൽ അഡ്വഞ്ചർ പാർക്ക് വരിക, സീനാണ്. നമുക്ക് പോവാം. ചെറുപ്പനം കയറുന്നു ഗൈസ്.
ഭയങ്കര വെയില്, തണലാന്ന് പറഞ്ഞു വന്നത് ഒരു വെയിലായി പോയി. എന്ത് ചെയ്യാൻ അറിയത്തില്ല. ഇവിടെ നിന്ന് തിന്നാം, പക്ഷെ നല്ല രസമുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെന്താ, നമ്മൾ തിന്നാൻ പോവാ. പപ്പടം കൊടുക്കും. എല്ലാം അവിടെ പോയി എന്റെ ബ്ലോഗിന്റെ മാത്രം പ്രത്യേകതയാണിത്. അതായത് ഞങ്ങൾ ഒരു തേങ്ങയിലേക്കല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതുവരെ ഇങ്ങനെ കണ്ട വഴി കൂടെ ഇപ്പൊ തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഒന്നിലും കയറാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. തിരിച്ചു വീട്ടിൽ പോവാ ഒത്തിച്ചില്ല. ഗ്ലാസ് ബ്രിഡ്ജോ ടിക്കറ്റ് എടുത്തിട്ട് അത് ക്ലോസ് ചെയ്ത് പറഞ്ഞു, അത് പിന്നെയും പോട്ടെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നിലും ഞാൻ കയറില്ല. എനിക്ക് ഫ്രീ പാളിലെങ്കിലും കയറണമെന്നുണ്ടായിരുന്നു, അതും പോയി. എനിക്ക് മാത്രമേ ഉള്ളൂ, എൻ്റെ ബ്ലോഗിൽ മാത്രമേ കഴിച്ച് ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇനി ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം ഞങ്ങൾ വന്നു. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് വൺ വേ ആണ്. നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത്, ഞങ്ങളെ കൂട്ടുള്ള അബദ്ധങ്ങൾ അല്ലേ വരൂ. ഞാൻ എന്തൊക്കെ ഇതിലൊക്കെ കയറണമെന്നറിയാം. ഡ്രസ്സ് വരെ ഞാൻ ഇങ്ങനെ മാറ്റി, എല്ലാം വെറുതെ ആയി. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒന്നെങ്കിൽ മഴ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ. എനിക്ക് സങ്കടം വരുന്നു. എന്ത് വ്ലോഗാണ് ഇത്, എനിക്ക് മാത്രം. എനിക്ക് ട്രാവൽ വ്ലോഗ് എനിക്ക് പറ്റത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ബാഡ് ഡേ എന്ന് പറയാൻ പറ്റില്ല. ഉച്ച വരെ നല്ലായിരുന്നു, ബാക്കിയെല്ലാം ബാഡ് ഡേ ആയിരുന്നു. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. ഒരു വ്ലോഗ് ആയിക്കോട്ടെ. ഇത് എൻ്റെ ഫുൾ അബദ്ധങ്ങളാണ് എൻ്റെ ബ്ലോഗിൽ എല്ലാത്തിനകത്തും. പിന്നെ ഒരു ദിവസം ഞങ്ങൾ വന്ന് വീണ്ടും ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറി വരുന്നതായിരിക്കും ഗൈസ്. അത് നിങ്ങൾ കാണിച്ചു തരും. നിങ്ങൾക്ക് ഇതുപോലത്തെ അബദ്ധങ്ങളാണ് ഞാൻ എവിടെ പോയാലും. ഫുഡ് കഴിച്ചത് മാത്രം അതെ ലാഭം, വേറെ ഒന്നിനുമില്ല. പൈങ്കാട്ടി പോയപ്പോൾ കുറേ ഫോട്ടോ എടുത്തു. ഇങ്ങനെയാണ്, വെറുതെയാണിത്. ഒന്നെല്ലാം വെറുതെ ആയിപ്പോയി. ഞാൻ ആകെ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉള്ളത് ഗ്ലാസ് ബ്രിഡ്ജ്, അതിലായിരുന്നു ഏറ്റവും കൂടുതൽ. പക്ഷെ അതെല്ലാം പിന്നെ പോട്ടെ നിൽക്കാം. പിന്നെ ഫ്രീ ഫാൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ കയറി വെറുതെ വന്നത് കൂട്ടായി പോയി. പാരഗ്ലൈഡ് കഴിഞ്ഞിട്ട് പിന്നെ വഴിയുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു വിചാരിച്ചു. അത് മൊത്തം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയി മാറി. അങ്ങനെ തന്നെ ഞങ്ങൾ ആലോചിച്ചും കണ്ടൊക്കെ ഇങ്ങനെ ഓരോ വഴികളിലൊക്കെ പോവുക, അല്ലെങ്കിൽ ഞങ്ങളെക്കൂട്ട് വെറുതെ പോവേണ്ടി വരും. എന്തൊക്കെ അഡ്വഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അറിയോ ഗൈസ്. എനിക്ക് പേരൊന്നും അറിയത്തില്ല, പക്ഷെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ ജെയിൻറ്റ് സിങ്ങോ അങ്ങനെ എന്താ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതെ, എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയായിരിക്കും. തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിലോട്ട് പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. പേരയ്ക്ക് പറിക്കാൻ പോവാൻ പേരയ്ക്കൊന്നും പ്ലേസ് അതിലും ഞങ്ങൾ ഭയങ്കര പൂവ്. എന്തൊക്കെ ചെയ്താലും ഇങ്ങനത്തെ അവസ്ഥകളാണ് വരുന്നത്. വണ്ടി വരുന്നു, നമുക്ക് പതുക്കെ. ഓക്കെ, പേരയ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറുകയാണ്. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ അബദ്ധങ്ങളുള്ള വീഡിയോസാണ് മൊത്തം എൻ്റെ കയ്യിലുള്ളത്.